നീ ഇങ്ങോട്ട് വരുന്നത് നിന്റെ സൂപ്പർവൈസർ കണ്ടില്ലേ? കണ്ടാലെന്താ, എന്റെ പണി പോവും. ഞാനും എന്റെ അച്ഛനും പട്ടിണിയാവും. പിന്നെ നീ തന്നെ ഞങ്ങളെ സംരക്ഷിക്കേണ്ടി വരും. പിന്നെ നിന്നെയും നിന്റെ അച്ഛനെയും സംരക്ഷിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ MBA കഴിഞ്ഞിട്ട് മതി. ഫൈനൽ എക്സാമിന് ഇനി 2 ആഴ്ച മാത്രമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് എനിക്കൊരു ജോലി തരാമെന്ന് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒന്നും പറഞ്ഞിട്ടില്ല. അവരുടെ മക്കള്, മരുമക്കള്, ബന്ധുക്കള് ഇവരെല്ലാം സേവിച്ചു കഴിഞ്ഞ് വേക്കൻസി വല്ലതുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും. അതും 2 or 3 വേക്കൻസി. അതിനാണെങ്കിൽ എല്ലും കഷ്ണം പോലെ തൊഴിലില്ലാത്ത എല്ലാ നായ്ക്കളും കടിപിടി കൂടാൻ വരികയും ചെയ്യും. ദാരിദ്ര്യത്തിന് ഒരവകാശമേ ഉള്ളൂ, പട്ടിണി കിടക്കുക, സമ്പന്നരുടെ തല്ല് വാങ്ങുക. നിനക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇന്നലെ MD മാഡം വന്നിരുന്നു. എന്നിട്ട് എന്നെ തല്ലി. തല്ലിയോ? എന്തിനു? നീ പഠിത്തം നിർത്തിയില്ലായിരുന്നെങ്കിൽ ഒരു IAS അത് നിനക്ക് ഉറപ്പായിട്ടും കിട്ടിയാനെ. എനിക്ക് ഒരാഗ്രഹമുണ്ട്, നീ അത് സാധിച്ചു തരുമോ? പറഞ്ഞു. നിനക്കൊരു ജോലി കിട്ടിയിട്ട് മതി. എന്നെ പഠിപ്പിക്കൂ, അത് മാത്രം മതി. പിന്നെ ഒന്നും ഞാൻ ആവശ്യപ്പെടില്ല. നീ പഠിക്കും, അതൊരു ചലഞ്ചായിട്ട് ഞാൻ എടുക്കുക. അത് ശരി, പണിയെടുക്കേണ്ട സമയത്ത് കാമുകന്റെ അടുത്ത്. നിനക്ക് പ്രേമിക്കാനും കമ്പനി ശമ്പളം തരണം അല്ലേടി? ഞാൻ പോവാ. നിക്ക്, കമ്പനിന്ന് കൂലി വാങ്ങിക്കൊണ്ട് പോയി തിന്നതൊക്കെ നിന്റെ എല്ലിനിടയൊക്കെ അറിയാല്ലേ? ഇനി ഞാൻ ആവർത്തിക്കില്ല. ആവർത്തിച്ചോ? ഫുൾ ടൈം പ്രേമിക്കാനുള്ള അവസരം തരാം. MD മേഡം നിന്നെ നോട്ടപ്പള്ളിയാക്കിയിരിക്കുക. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യും. നിന്റെ പണി പോയിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ സൂപ്പർവൈസർ അല്ല. ഈ വണ്ടി എന്തിനാ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്? അത് വെറുതെ. വെറുതെയോ? ഇത് ജോലി സമയല്ലേ? അതെ മാഡം. പിന്നെ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നേ? അത് ഇപ്പൊ ആശ്വാസമുണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? പെട്ടെന്ന് എന്താ പറ്റിയേ? അഞ്ജന, ഇവിടെ വാ. മാഡം എവിടെയായിരുന്നു? ഒരു ചേച്ചി പ്രസവിച്ചോ? പ്രസവം എടുക്കാൻ പോയതാണോ? ഞങ്ങള് വരുമ്പോ ഒരു ചേച്ചി തളർന്നു വീഴുന്നത് കണ്ടു. ഓടിച്ചെന്ന് എഴുന്നേൽപ്പിച്ച് വെള്ളം കൊടുത്തു. ഇവൾ MBBS ആണോ അതോ FRCS ആണോ? എന്നാ പിന്നെ എന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒന്ന് ജോലി ചെയ്യട്ടെ. കൂടെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യജീവി ബോധം കെട്ട് വീണു. അവരെ ചെന്ന് എഴുന്നേൽപ്പിച്ച് കുടിക്കാൻ വെള്ളം കൊടുത്തു. അത് അത്ര വലിയൊരു അപരാധമാണ്. ഇവൾ MBBS അല്ല, LLB വക്കീല. ജോലി സമയത്ത് പണിയാതിരുന്നിട്ട് MD പോലും തർക്കിക്കുന്നു. നിന്നെ കമ്പനിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ സസ്പെൻഷൻ തുടരണം. ശരി മാഡം. ഉച്ചക്കുള്ള മരുന്ന് അച്ഛൻ കഴിച്ചില്ല അല്ലേ? കഴിച്ചു. 2 ദിവസമായിട്ട് ഇപ്പൊ ചുമ കൂടുന്നുണ്ട്. നല്ലൊരു ഡോക്ടറെ കാണണം. അതുകൊണ്ടൊന്നും എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല മോളെ. എല്ലാം ശരിയാവും അച്ഛാ. അഞ്ജന, എന്ന് നീ തോട്ടത്തിലെ വിശേഷങ്ങൾ പറയുന്നതാണല്ലോ. ഇന്നിങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അച്ഛാ. മല്ലിക മാഡം വന്നില്ലേ? വന്നു. സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിൽക്കണം. മുൻകോപിയാ.